ഇവിടെ ഞാൻ പറയാണ്, വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കാം. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം. കളരി പഠിക്കാൻ ഇവിടെ സുന്നികളാരുമില്ല. എല്ലാ ഗുരുക്കന്മാരും കൊടുവള്ളി ഭാഗത്തുള്ളത് ഏകദേശം സുന്നികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കളരി പഠിക്കാം. പിന്നൊന്നെന്താ, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കുക. പുതിയ പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം നിങ്ങളെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ എന്താണ്, സലാം ചെല്ലൽ മുസാഫയെ തീർന്നല്ലേ? നിങ്ങളെ താജുൽ ഉലമ പറഞ്ഞ എന്താണ്, മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ തന്നെ, ഈക്ക ഉസ്താദ് പറഞ്ഞു തന്നെ, കണ്ഡിയത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ, എല്ലാരും പറഞ്ഞു തന്നെ. അങ്ങനെ ഇമാമിങ്ങളും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞില്ലേ മുസാഫയത്തും സലാം ചെല്ലെന്ന് പറഞ്ഞ. അതുകൊണ്ട് പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാം ചൊല്ലി കളയാ. ആകയാൽ സുന്നത്തിയമായത് വിളിക്കുക. അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. ഇത് തുറന്നു പറഞ്ഞ ആളാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ടാണ് എ പി മുഹമ്മദ് മുസ്ലിയാരോട് സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹം. അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്. ഇത് മൂടി വെക്കാനുള്ളതല്ല, ഇത് തുറന്ന് പറയാനുള്ളതാണ്. അത് ധാരാളം പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചതാണ്, നന്നായി പറഞ്ഞ് പഠിപ്പിച്ചതാണ്.